ഹായ് ഗായ്സ്, നമ്മൾ ഇന്ന് പുതിയതായിട്ട് ഓൺഗോയിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു തായ് BL ഡ്രാമയാണ് കാണാൻ പോകുന്നത്. ഈ ഒരു സീരീസ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആണ് സജസ്റ്റ് ചെയ്തത്. താങ്ക് യു ഫോർ യുവർ സജഷൻ. അപ്പോൾ നമുക്ക് നേരെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് കടക്കാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഈ നടന്നു വരുന്നതാണ് നമ്മുടെ ഒന്നാമത്തെ നായകൻ ജിൻ. അവന്റെ ചുറ്റും പല പരസ്യങ്ങൾ ഓടുന്നുണ്ട്. അതിലെല്ലാം ചർച്ചാ വിഷയം നമ്മുടെ രണ്ടാമത്തെ നായകൻ അഖിനെ കുറിച്ചിട്ടാണ്. അഖിൻ ഒരു ഫേമസ് ആക്ടറാണ്. ജിന്നാണേൽ അഖിന്റെ വലിയൊരു ഫാനുമാണ്. ഇതെല്ലാം കണ്ടു നിൽക്കുമ്പോൾ ജിന്നിനെ കൂട്ടിക്കൊണ്ടു പോവാൻ കാറിൽ രണ്ട് പയ്യന്മാര് വന്നു. ഇവര് രണ്ടാളും ഈ സിനിമയിലെ ആക്ടേഴ്സിനെയൊക്കെ മാനേജ് ചെയ്യുന്ന ഏജൻസ് ആണ്. ഇവര് വഴി ജിന്നിന് അഖിന്റെ കൂടെ ആക്ട് ചെയ്യാൻ ഒരു അവസരം കിട്ടി. ജിന്ന് ഈ ഒരു മേഖലയിൽ പുതിയതായതുകൊണ്ട് അവന് നല്ല എക്സൈറ്റഡ് ആണ്. ജിന്നിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെക്കൻ ഭയങ്കര പാവാണ്. അവൻ എപ്പോഴും ഈ ടിക് ടാക്ക് മുട്ടായി ഇല്ലേ, അത് കഴിച്ചോണ്ട് നടക്കും. അങ്ങനെ അവര് പ്രാർത്ഥിച്ച് സെറ്റിലേക്ക് ചെന്നു. അവിടെ വെച്ച് ഡയറക്ടർ ജോയിനെ അവര് ജിന്നിന് പരിചയപ്പെടുത്തി കൊടുത്തു. പുള്ളി എന്ത് പറഞ്ഞാലും നീ അതൊക്കെ അനുസരിച്ച് നിക്കണേടാ, പുള്ളിക്ക് നിന്നെ കണ്ട് ഇംപ്രസ് ആയാൽ നീ രക്ഷപ്പെട്ടു എന്നൊക്കെ അവന്മാര് ജിന്നിനെ ഉപദേശിച്ചു. ജിൻ അതൊക്കെ കേട്ട് കയ്യിലിരുന്ന ടിക് ടാക്ക് മുട്ടായി എടുക്കാൻ തുടങ്ങിയതും അത് താഴേക്ക് വീണു. അതെടുക്കാൻ വേണ്ടി പോയ അവൻ ചെന്ന് നിന്നത് അഖിന്റെ കാൽ ചുവട്ടിലാണ്. അവിടേക്ക് വന്ന അഖിൻ അവന്റെ മുട്ടായിയിൽ ചവിട്ടി. രണ്ടാളും കുറച്ചു നേരം കണ്ണിൽ നോക്കി നിന്നു. ഞാൻ പോയി കോസ്റ്റ്യൂം ഇട്ടിട്ട് വരാം എന്ന് പറഞ്ഞ് അഖിൻ നടന്നുപോയി. എന്നിട്ട് അവന്റെ അസിസ്റ്റന്റ് സൈനിനോട് പുതിയ ചെക്കനാണല്ലേ, 10ൽ ഒരു 7 മാർക്ക് കൊടുക്കാം എന്ന് പറഞ്ഞു. ഷൂട്ടിങ് തുടങ്ങി. ആദ്യമായിട്ടായതുകൊണ്ട് തന്നെ ജിന്ന് 2-3 വട്ടം ഒന്ന് പരുങ്ങുന്നുണ്ട്. ഇത് കണ്ട് അഖിൻ 10ൽ 4 മാർക്കായിട്ട് ജിന്നിന്റെ സ്കോർ കുറയ്ക്കാണ്. എന്നാൽ അടുത്ത ടേക്കിൽ ജിന്ന് എല്ലാരെയും ഞെട്ടിച്ചുകൊണ്ട് അവന്റെ സീൻ സ്വയം ഇംപ്രൂവ് ആക്കി പെർഫോം ചെയ്തു. ഡയറക്ടറും നീ ഇംപ്രൂവ് ആക്കിക്കോ, കുറച്ചുകൂടെ കോൺഫിഡൻസിൽ അടുത്ത സീൻ ചെയ്യുന്ന അവനോട് പറഞ്ഞു. സ്കോർ കൂടി 10ൽ നിന്ന് 5 ആയി. അടുത്ത ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് ഔഫ് എന്നു പേരുള്ള ഒരുത്തം വരുന്നുണ്ട്. അഖിൻ അയാളെ വലിയ മൈൻഡ് ഒന്നും ചെയ്യാണ്ട് പോയി. ഔഫ് എക്സോ എന്ന് പറയുന്ന ഒരു ജ്യൂസ് കമ്പനിയുടെ ഓണറാണ്. പുള്ളി പല ഡ്രാമാസിലും ഈ ജ്യൂസിനെ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. ആ ഡ്രാമാസ് എല്ലാം വൻ ഹിറ്റാണ്. ജിന്നിനോട് അതുകൊണ്ട് തന്നെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ അവന്റെ അസിസ്റ്റൻസ് പറഞ്ഞു. എല്ലാവരും വേഗം ആഡ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് റെഡിയാക്കി. ഓൾറെഡി ഈവനിങ് ആയതുകൊണ്ട് ലൈറ്റ് പോകാൻ തുടങ്ങിയിരുന്നു. അതുകൊണ്ട് വേഗം ഈ ജ്യൂസിന്റെ പ്രൊമോഷൻ ആഡ് ചെയ്യണം. ഓഫ് ആണേൽ എത്ര ടേക്ക് എടുത്തിട്ടും പോരാ, ഒന്നുകൂടെ എടുക്ക്, ബോട്ടിൽ അങ്ങോട്ട് പിടിക്ക് ഇങ്ങോട്ട് പിടിക്ക് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സീനില് ജിന്ന് ബോട്ടിൽ കയ്യിൽ പിടിച്ചിട്ട് കരയണം. എന്നാ അവനതിന് പറ്റുന്നില്ല. ഇത് കണ്ടോണ്ടിരുന്ന അഖിൻ ജിന്നിനെ വിളിച്ചോണ്ട് പോവാണ്. അവനെ മാറ്റി നിർത്തി നിന്റെ പേരെന്താ എന്ന് ചോദിച്ചു. ജിൻ. ഓക്കെ ജിൻ, നിന്റെ ബ്രീത്ത് ശരിയല്ല, എന്നെ നോക്ക്, എന്നിട്ട് ഇങ്ങനെ ശ്വാസം എടുക്ക്. ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ രണ്ടാളുടെയും കണ്ണു നിറഞ്ഞു. അഖിനപ്പോ അവന്റെ ചൂണ്ടുവിരൽ വെച്ച് ജിന്നിന്റെ നെഞ്ചിൽ തൊട്ടു. ജിന്നിന്റെ കണ്ണീന്ന് കണ്ണേന്തി വന്നു. ഇത് കണ്ട് അഖിൻ ദേ ഇവൻ റെഡിയാണ് എന്ന് പറഞ്ഞ് ജിന്നിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി. അടുത്ത ഷോട്ടില് ജിന്ന് കറക്റ്റ് ആയിട്ട് ആ സീന് കരഞ്ഞുകൊണ്ട് തന്നെ അഭിനയിച്ചു. രാത്രിയായപ്പോ അഖിൻ വെൻഡിങ് മെഷീന്റെ അടുത്തേക്ക് വന്നിട്ട് സൈനിനെ വിളിച്ച് ഔഫ് കാരണം ഷൂട്ടിംഗ് തീരാൻ ഒരുപാട് സമയമെടുത്തു, എനിക്ക് അവനെ കാണുമ്പോഴേ ദേഷ്യം വരും, ഇന്ന് ഞാൻ ഒന്നും പറഞ്ഞില്ല, അടുത്ത തവണ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. വെൻഡിങ് മെഷീൻ വർക്ക് ആവാത്തോണ്ട് അതിലിട്ടും അവർ 2 ചവിട്ട് കൊടുത്തു. വല്ലാത്തൊരു ദിവസം തന്നെ സൈൻ ചെയ്ത്. ആ പുതിയ ചെക്കനും എന്നെ വല്ലാണ്ട് ബോധർ ചെയ്യുന്നുണ്ട്. അഖിനോട് താങ്ക്സ് പറയാമെന്ന ജിന്ന് അവനീ പറഞ്ഞതൊക്കെ കേട്ടു. അവനത് കേട്ട് സങ്കടമായെങ്കിലും ചിരിച്ചോണ്ട് ഒന്നും കേൾക്കാത്ത പോലെ അവൻ അഖിന്റെ അടുത്തേക്ക് ചെന്നു. ഇവനെ കണ്ട് അഖിൻ ചമ്മിയ പോലെയായി. നീ എപ്പോഴും ഇങ്ങോട്ടേക്ക് വന്നേ? ഞാൻ പറഞ്ഞ എന്തേലും നീ കേട്ടോ? ഞാനിപ്പോ വന്നിട്ടേ ഉള്ളൂ, ഞാനൊന്നും കേട്ടിട്ടില്ല. നേരത്തെ എന്നെ സഹായിച്ചതിന് താങ്ക്സ്. ഒരു ദിവസം ഞാനും അഖിനെ പോലെ സ്കിൽഡ് ആവും, ഞാൻ നിങ്ങളെ നിരാശപ്പെടുത്തില്ല. ഓ അത്രേ ഉള്ളോ, ശരിയെന്നാ ഞാൻ പോണു. ഇതും പറഞ്ഞ് അഖിൻ അങ്ങ് തിരിഞ്ഞു നടന്നു. ജിൻ അങ്ങനെ വിഷമിച്ചു നിന്നപ്പോ അഖിൻ അങ്ങോട്ടേക്ക് വന്ന് പുതിയൊരു ടിക് ടാക്ക് മിഠായി ജിന്നിന് കൊടുത്തു. ഇത് കണ്ട് ജിന്നിന് ഭയങ്കരമായിട്ട് സന്തോഷാവാണ്. അഖിന്റെ കൂടെ ആക്ട് ചെയ്യുന്നോണ്ട് തന്നെ ജിന്ന് വേഗം ഫേമസ് ആയി. അടുത്ത സീനില് ജിന്നും അവന്റെ അസിസ്റ്റൻസും കൂടെ പ്രൊഡ്യൂസറായ ജെയ്ഡിനെ മീറ്റ് ചെയ്യാൻ പോകുന്നതാണ് കാണിക്കുന്നത്. ചാനൽ എസ്സിലെ ഫേമസ് ആയിട്ടുള്ള പ്രൊഡ്യൂസറാണ് ജെയ്ഡ്. അഖിനെ ഇൻഡസ്ട്രിയിൽ കൊണ്ടുവന്ന് ഫേമസ് ആക്കിയതും ജെയ്ഡാണ്. ഡയറക്ടർ ജോ പറഞ്ഞു ജിന്ന് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെന്ന്. പുള്ളി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ടാലന്റഡ് തന്നെ ആയിരിക്കും അല്ലേ? ശരിക്കും പറഞ്ഞാൽ അഖിൻ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് എനിക്ക് സ്ക്രിപ്റ്റ് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റിയതും ക്യാരക്ടർ ഇമ്പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞതും. അതെ, അഖിൻ നല്ലൊരു ആക്ടറാണ്. അവനെ വെല്ലാൻ ഇവിടെ ഇപ്പോൾ ആരുമില്ല. പുതിയതായി വരുന്നവരൊക്കെ ഇറസ്പോൺസിബിൾ ആണ്.
അതുകൊണ്ട് തന്നെയാണ് ടാലന്റഡ് ആയ ഒരാൾ വന്നെന്ന് ജെയ്ഡ് പറഞ്ഞപ്പോൾ ഞാൻ മീറ്റ് ചെയ്യാന്ന് തീരുമാനിച്ചത്. അഖിലിനെ കടത്തി വെട്ടാനുള്ള ടാലന്റ് ഉണ്ടോ എന്ന് നോക്കണല്ലോ. അഖിലിന്റെ 7 അയലത്ത് പോലും ഞാൻ വരില്ല. ഇനിയും അവന്റെ അടുത്തുനിന്ന് എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. നീ അവന്റെ അടുത്തുനിന്ന് പഠിക്കാനുള്ളതൊക്കെ പഠിച്ചോ. പക്ഷെ എങ്ങനെ നോക്കിയാലും നിങ്ങൾ എതിരാളികളാണ്, അത് മറക്കണ്ട. ബെസ്റ്റ് ആക്ടർ അവാർഡൊക്കെ ഒരാൾക്കേ കിട്ടുള്ളൂ. 10 വർഷമായിട്ട് അഖിൻ തന്നെയാണ് ആ അവാർഡ് വാങ്ങിയിട്ടുള്ളത്. ഒരാളേലും അവനെ ചലഞ്ച് ചെയ്യാൻ വേണം. ഞാൻ പറയുന്നത് ഹാർഷാണെന്ന് എനിക്കറിയാം, പക്ഷെ ഇവിടുത്തെ ബിസിനസ് ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ ജിന്നിനാണെങ്കിൽ അഖിന്റെ മുന്നേ നടക്കാനല്ല കൂടെ നടക്കാനാണ് ഇഷ്ടം. രാത്രി അഖിൻ ആക്ട് ചെയ്യുന്ന മൂവി കണ്ടുകൊണ്ടിരിക്കുകയാണ് ജിന്ന്. എന്നിട്ട് ഇൻസ്റ്റയിൽ അവൻ അഖിനെ ഫോളോ ചെയ്തു. അഖിന് 11 മില്യൺ ഫോളോവേഴ്സാണ് ഉള്ളത്. അടുത്ത ദിവസം ഷൂട്ടിങ്ങിന് മുന്നേ ജിൻ അഖിനോട് ചെന്നിട്ട് സെൻസൈ ഞാൻ എല്ലാം നന്നായിട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ പോവാണ്. സെൻസൈ എന്ന് പറഞ്ഞാൽ ജാപ്പനീസ് വേർഡാണ്. അതിന്റെ മീനിങ് ഈ ടീച്ചർ എന്നൊക്കെയാണ് കേട്ടോ. ഞാൻ നിന്റെ സെൻസായൊന്നും അല്ലെന്ന് അഖിൻ പറഞ്ഞെങ്കിലും ജിൻ അതൊന്നും മൈൻഡ് ആക്കിയില്ല. ഇത് കേട്ട് ചിരിച്ചോണ്ട് നിന്ന ഷൈനോട് ഇതിനെന്താ പ്രാന്തായോ എന്ന് ചോദിക്കാൻ കേട്ടോ അഖിൻ. ഇന്ന് അഖിന്റെ കൂടെയുള്ള ഫസ്റ്റ് സീൻ ഷൂട്ട് ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് ജിന്ന് ഫുള്ള് പ്രിപ്പയർഡ് ആയിട്ട് നിൽക്കുകയാണ്. ഷൂട്ടിങ് തുടങ്ങിയതും ജിന്ന് കയ്യിൽ നിന്നിട്ട് ഓരോ ഡയലോഗ് പറയാൻ തുടങ്ങി. ഇത് കേട്ട് ദേഷ്യം വന്ന അഖിനും അതിനകത്ത് ഡയലോഗ് മാറ്റി. സ്ക്രിപ്റ്റിലുള്ളതല്ല ഇവർ പറയുന്നതും ചെയ്യുന്നതും. പക്ഷെ ഡയറക്ടറിന് സംഭവം ഇഷ്ടമായി. അതുകൊണ്ട് സീന് അവർ കട്ട് ചെയ്തില്ല. അഖിനാണെങ്കിൽ ജിന്നിന്റെ സ്കോർ 5-ൽ നിന്ന് 1 ആക്കി. വീണ്ടും അവർ തമ്മിൽ സംസാരിക്കുന്ന സീന് ഷൂട്ട് ചെയ്യണം. ജിന്ന് വീണ്ടും സ്ക്രിപ്റ്റിലില്ലാത്തത് പറയുന്നത് കേട്ട് അഖിന് ദേഷ്യം വന്ന് അവന്റെ കോളറിനെ പിടിച്ചിട്ട് നീ ആക്ടിങ് സീരിയസ് ആയിട്ടാണോ കണ്ടേക്കണേ? ഇന്ന് വന്നപ്പോ എന്തൊക്കെയോ മലമറിക്കുമെന്ന് പറഞ്ഞല്ലോ, ഇതാണോ അത് എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോയി. ജോ ആണേല് സാരമില്ല, നീ പുതിയതായിട്ട് വന്നിട്ടല്ലേ ഉള്ളൂ, നീ ഇമോഷൻസ് കൺട്രോൾ ചെയ്, ഇനി കുറച്ച് റെസ്റ്റ് എടുത്തോ എന്നൊക്കെ പറഞ്ഞ് ജിന്നിനെ ആശ്വസിപ്പിച്ചു. അടുത്ത സീൻ ഷൂട്ട് ചെയ്യാൻ വേറെ ലൊക്കേഷനിലേക്ക് പോകണം. അപ്പോൾ വാനിൽ കയറിയ ജിന്ന് അഖിന്റെ അടുത്ത് ചെന്നിരുന്നു. ജിന്ന് സോറി പറയാൻ തുടങ്ങിയതും അഖിൻ സ്ക്രിപ്റ്റിലെ ഡയലോഗ് പറഞ്ഞു. ഇത് കേട്ട് ജിൻ അവന്റെ കയ്യിലെ സ്ക്രിപ്റ്റ് എടുക്കാൻ തുടങ്ങിയതും അഖിൻ അത് തടഞ്ഞു. ഡയലോഗ് നോക്കി വായിച്ചിട്ട് ഒരു കാര്യമില്ല, നിന്റെ ഇമോഷൻസ് ഈ ഡയലോഗ്സ് പറയണം. ജിന്ന് കുറച്ച് സമയമെടുത്ത് അവന്റെ ഡയലോഗ് പറയാൻ തുടങ്ങി. ഇപ്രാവശ്യം എല്ലാം കറക്റ്റായി. അടുത്ത ലൊക്കേഷനിൽ ഷൂട്ട് തുടങ്ങി. ഇവര് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ആർട്ടിഫിഷ്യലായി മഴ കാണിക്കാൻ വേണ്ടി ഒരു ഓസ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അഖിന്റെ നേർക്ക് വീഴാൻ പോയി. ഇത് കണ്ട് ജിന്ന് അഖിന്റെ മുകളിലേക്ക് ഓടി വന്ന് നിന്നു. ഇവരെ കിസ്സടിക്കാറാവുന്നൊരു സീനില് എപ്പിസോഡ് തീരാണ്. എല്ലാ എപ്പിസോഡിലും ചെറിയൊരു ഫ്ലാഷ് ബാക്ക് സീൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ കാണിക്കുന്നത് ജിന്നിന് വേണ്ടി അഖിൻ ഒരു ടിക് ടാക്ക് വാങ്ങിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ എപ്പിസോഡ്? വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.